ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് ഉണ്ടംപൊരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ ഇത് സ്വീറ്റ് ബോണ്ടയെന്നും പറയും. ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഗോതമ്പ് പൊടി 2 കപ്പ്, ഉപ്പ് 1 നുള്ള്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ശർക്കര 1/2 കപ്പ്, വെള്ളം 1/2 കപ്പ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. ഇനി ഇതിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ല, അപ്പം ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണിത്. അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ല, ഏലക്ക മാത്രമേ ഉള്ളെങ്കിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഴം ഇതിൽ അരച്ചാണ് എടുക്കുന്നത് മിക്സിയിൽ. അപ്പം അതിൻ്റെ കൂടെ ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് നമ്മൾ 2 പഴം അരച്ച് ചേർത്ത് കൊടുക്കണം. നല്ലവണ്ണം പഴുത്ത പഴമായിരിക്കണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ചേർക്കാതെ അരയുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്, കാരണം നമ്മൾ ഇനി ശർക്കര പാനി കാച്ചിയാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ശർക്കര പാനി കാച്ചി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിലാണ് പാനി കാച്ചി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് മൊത്തം വേണ്ടി വരും ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ ഈ അളവിൽ തന്നെ കുഴച്ചെടുക്കുക. നല്ല കട്ടിയായിട്ടും കുഴച്ചെടുക്കരുത്, നല്ല ലൂസായിട്ടും കുഴച്ചെടുക്കരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ശർക്കര പാനി കാച്ചി എടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി 2 മുതൽ 3 മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പം ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി വയ്ക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മീഡിയം സൈസിൽ മാവ് കൈ കൊണ്ട് എടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടിയിടരുത്, എന്നാൽ പുറമെ കരിഞ്ഞു പോവും, അകത്ത് വേവത്തുമില്ല. നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവും ഇതുപോലെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇടുമ്പോൾ ഒട്ടി പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ തവി കൊണ്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കരുത്. വറുത്തെടുത്തതിന് ശേഷം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ മാവ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലും വറുത്തെടുക്കാൻ നോക്കരുത്, എന്നാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോവും. അപ്പം നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടംപൊരി വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മാവിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.